നമസ്കാരം എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന കേരളത്തിൽ വെച്ച് ഇന്ത്യൻ ആർമി കേരളത്തിൽ വെച്ച് ഏറ്റവും പുതിയതായിട്ട് നടത്തുവാൻ പോകുന്ന ആർമി റിക്രൂട്ട്മെന്റ് റാലിയെ കുറിച്ചാണ്. കണ്ണൂരിൽ വെച്ചാണ് ആർമി റിക്രൂട്ട്മെന്റ് റാലി നടത്തുവാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെ ജില്ലയിലുള്ള ആളുകൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ നോട്ടിഫിക്കേഷനിൽ പരിശോധിക്കാം. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്, ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ ഇതാണ് ഇന്ത്യൻ ആർമിയുടെ റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഒരു വെബ്സൈറ്റ്, joinindianarmy.nic.in എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ കയറിയാൽ നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു സെക്ഷൻ, ആദ്യം ഒരു ഓഫീസർ സെലക്ഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അടുത്ത JCO അല്ലെങ്കിൽ OR എൻറോൾമെന്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് സെക്ഷൻസ് ആണുള്ളത്. ഇവിടെ നമുക്ക് രണ്ടാമത്തെ സെക്ഷനിൽ ഈ പറയുന്ന പച്ച കളറിൽ കാണുന്ന ഈ പറയുന്ന JCO/OR എൻറോൾമെന്റ് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ റാലി നോട്ടിഫിക്കേഷൻസ് എന്നൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാം, തുടക്കത്തിൽ തന്നെ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിലവിലുള്ള നോട്ടിഫിക്കേഷൻസ് ഇത്തരത്തിൽ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു പറയുന്ന ലേറ്റസ്റ്റ് റാലി നോട്ടിഫിക്കേഷൻസിൻ്റെ ആ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ളൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. ഈ ഒരു പേജിൽ നമുക്കിവിടെ കാണുവാൻ കഴിയും, താഴോട്ട് വന്നു കഴിഞ്ഞാൽ ARO കാലിക്കറ്റ് റാലി അറ്റ് കണ്ണൂർ എന്നിവിടെ കാണാൻ കഴിയും. അപ്പോൾ കണ്ണൂരിൽ നടക്കുന്ന ഒരു റാലിയുടെ ഡീറ്റെയിൽസ് ആണ് ആ ഒരു നോട്ടിഫിക്കേഷൻ ഉള്ളത്. നമുക്ക് അതൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ഒരു PDF ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ളൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഈ ഒരു നോട്ടിഫിക്കേഷനിൽ തുടക്കത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്, കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, വയനാട് തുടങ്ങിയിട്ടുള്ള 7 ജില്ലകളിലുള്ള ആളുകൾക്കാണ് ഈ പറയുന്ന കണ്ണൂരിൽ വെച്ച് നടത്തുവാൻ പോകുന്ന ആർമി റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുക്കുവാൻ കഴിയുക. മാത്രമല്ല മാഹിയിലെയും ലക്ഷദ്വീപിലെയും ഉള്ള ആളുകൾക്കും ഈ പറയുന്ന റാലിയിൽ പങ്കെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് അത് വെന്യൂ കറക്റ്റായിട്ട് നൽകിയിട്ടില്ല, കണ്ണൂരിൽ എവിടെ വെച്ചായിരിക്കും റിക്രൂട്ട്മെന്റ് റാലി ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല. അത് നിങ്ങൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്തുണ്ടായിരിക്കും. അതായത് ഫെബ്രുവരി 20-നും മാർച്ച് 31-നും ഇടയിലുമുള്ള 2021 ഫെബ്രുവരി 20-നും മാർച്ച് 31-നും ഇടയിലുള്ള ഒരു സമയത്തായിരിക്കും ഇന്ത്യൻ ആർമി അതിനെക്കുറിച്ചുള്ള വെന്യൂ നിങ്ങൾക്ക് അറിയിക്കും. അതെന്തായാലും നിങ്ങളുടെ അഡ്മിഷൻ ടിക്കറ്റിൽ തീർച്ചയായും ഉണ്ടായിരിക്കുന്നതായിരിക്കും. COVID-19 പാൻഡമിക്കിൻ്റെ ഒരു സിറ്റുവേഷൻ കാരണമാണ് ആ ഒരു ഡേറ്റ് അവർ ഇപ്പോൾ തന്നെ കറക്റ്റായിട്ട് പറയാത്തത്. അപ്പോൾ എന്തായാലും അത് അവർ കൺഫേം ആക്കിയതിന് ശേഷം എത്രത്തോളം ആളുകൾ പങ്കെടുക്കുന്നത് എന്നതിനനുസരിച്ചായിരിക്കും അവർ ആ ഒരു റാലിയുടെ വെന്യൂ അവർ സെലക്ട് ചെയ്യുക, അത് പിന്നീട് അറിയിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ ടിക്കറ്റിൽ ആ ഒരു വെന്യൂ ഉണ്ടായിരിക്കുന്നതായിരിക്കും. എന്തായാലും ഡിസംബർ 20-നാണ് ഈ കഴിഞ്ഞ ഡിസംബർ 20-നാണ് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആയി വന്നത്. നിങ്ങൾക്ക് ഡിസംബർ 20 മുതൽ അപേക്ഷിക്കാനുള്ള ചാൻസ് ഓപ്പൺ ആയിരുന്നു. ഇനി ഫെബ്രുവരി 2 വരെ 2021 ഫെബ്രുവരി 2 വരെ നിങ്ങൾക്ക് ഈ പറയുന്ന ആർമി റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ വേണ്ടി ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നേരത്തെ കണ്ട ആ ഒരു ജോയിൻ ഇന്ത്യൻ ആർമി എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അപേക്ഷിക്കേണ്ടത് എത്തരത്തിലാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് ഇതിൽ റിക്രൂട്ട്മെന്റ് എന്ന് നമുക്ക് നോക്കാം. അതായത് സോൾജർ ജനറൽ ഡ്യൂട്ടി, സോൾജർ ടെക്നിക്കൽ, സോൾജർ ടെക് നഴ്സിംഗ് അസിസ്റ്റന്റ്, നഴ്സിംഗ് അസിസ്റ്റന്റ് വെറ്റിനറി, അതുപോലെ സോൾജർ ക്ലർക്ക്, സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ, ഇൻവെന്ററി മാനേജ്മെന്റ്, സോൾജർ ട്രേഡ്സ്മാൻ 10th പാസ്, സോൾജർ ട്രേഡ്സ്മാൻ 8th പാസ് തുടങ്ങിയിട്ടുള്ള പോസ്റ്റുകളിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാ പോസ്റ്റുകളിലേക്കും ഉള്ള ഏജ് ലിമിറ്റ് 17 വയസ്സ് മുതൽ 21 വയസ്സിലുള്ള ആളുകൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. അതായത് ഒക്ടോബർ 1, 1999-നും ഏപ്രിൽ 1, 2003-നും ഇടയിൽ ജനിച്ച ആളുകൾക്കാണ് ഈ പറയുന്ന എല്ലാ പോസ്റ്റുകളിലേക്കും അപേക്ഷിക്കാനുള്ള അവസരം എന്നുകൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി സോൾജർ ജനറൽ ഡ്യൂട്ടിക്ക് വേണ്ട ഹൈറ്റ് വേണ്ടി വരുന്ന 166 സെന്റിമീറ്റർ ഹൈറ്റ്, സോൾജർ ടെക്നിക്കൽ പോസ്റ്റിന് വേണ്ട 160 സെന്റിമീറ്റർ ഹൈറ്റ്, സോൾജർ ടെക് നഴ്സിംഗ് അസിസ്റ്റന്റ് വെറ്റിനറി പോസ്റ്റുകൾക്ക് 160 സെന്റിമീറ്റർ ഹൈറ്റ് മതിയായിരിക്കും. സോൾജർ ടെക് സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ, അതുപോലെ തന്നെ ഇൻവെന്ററി മാനേജ്മെന്റ് തുടങ്ങിയ പോസ്റ്റുകൾക്ക് അപേക്ഷിക്കുന്നവർക്ക് 162 സെന്റിമീറ്റർ ഹൈറ്റ് മതിയായിരിക്കും. സോൾജർ ട്രേഡ്സ്മാൻ 10th പാസ് പോസ്റ്റിന് 166 സെന്റിമീറ്റർ ഹൈറ്റ് വേണം. സോൾജർ ട്രേഡ്സ്മാൻ 8th പാസ് പോസ്റ്റിനും 166 സെന്റിമീറ്റർ ഹൈറ്റ് വേണം. അത്തരത്തിലാണ് ഹൈറ്റിന്റെ കാര്യങ്ങൾ നൽകിയിരിക്കുന്നത്. ഇനി തൊട്ടതായിട്ട് ബ്രാക്കറ്റ് നൽകിയിട്ട് 155 സെന്റിമീറ്റർ ഫോർ ലോക്കൽ ആൻഡ് 160 സെന്റിമീറ്റർ ഫോർ സെറ്റിലേഴ്സ് ഓഫ് ലക്ഷദ്വീപ് എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതായത് അത്തരത്തിലുള്ള ഏരിയയിൽ നിന്ന ആളുകൾക്കാണ് ഈ പറയുന്ന ഹൈറ്റ് റിലാക്സേഷൻ ഉള്ളത്. അപ്പോൾ അത് ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ അത്തരത്തിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ ഹൈറ്റ് അത്തരത്തിൽ മതിയായിരിക്കും. പിന്നെ വെയിറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. എല്ലാം ആ ഒരു വെയിറ്റിന്റെ ചാർട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെ വെയിറ്റ് ചാർട്ട് താഴെ നൽകിയിട്ടുണ്ട്. അത് നോക്കി നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ഉണ്ടെന്ന് പരിശോധിക്കുക. അത്തരത്തിലുള്ള ആളുകൾക്കാണ് പങ്കെടുക്കാൻ കഴിയുക. ഇനി ഹൈറ്റ് നമുക്ക് നോക്കാം, ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് നമുക്ക് നോക്കാം. സോൾജർ ജനറൽ ഡ്യൂട്ടി, അതുപോലെ തന്നെ സോൾജർ ടെക്നിക്കൽ, അതുപോലെ തന്നെ സോൾജർ ടെക് നഴ്സിംഗ് അസിസ്റ്റന്റ് വെറ്റിനറി, അതുപോലെ തന്നെ സോൾജർ ക്ലർക്ക്, സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ, ഇൻവെന്ററി മാനേജ്മെന്റ്, അത്തരത്തിലുള്ള പോസ്റ്റുകളിലേക്കെല്ലാം ഈ പറയുന്ന ഇപ്പോൾ ഞാൻ പറഞ്ഞ പോസ്റ്റുകളിലേക്കെല്ലാം 77 സെന്റിമീറ്റർ ചെസ്റ്റ് ഉണ്ടായിരിക്കണം, +5 സെന്റിമീറ്റർ എക്സ്പാൻഷൻ സമയത്തും ഉണ്ടായിരിക്കണം. ഇനി സോൾജർ ട്രേഡ്സ്മാൻ 10th പാസ്, അതുപോലെ തന്നെ സോൾജർ ട്രേഡ്സ്മാൻ 8th പാസ് തുടങ്ങിയുള്ള പോസ്റ്റുകളിലുള്ളവർക്ക് 76 സെന്റിമീറ്റർ ചെസ്റ്റ് ഉണ്ടായിരിക്കണം, +5 സെന്റിമീറ്റർ എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഇവിടെ നൽകേണ്ടത് സോൾജർ ജനറൽ ഡ്യൂട്ടിക്ക് നിങ്ങൾക്ക് SLC അല്ലെങ്കിൽ SLC പാസ് ആയിരിക്കണം. 45% മാർക്കോട് കൂടി നിങ്ങൾ SLC പാസ് ആയിരിക്കണം. മാത്രമല്ല 33% മാർക്കെങ്കിലും ഓരോ സബ്ജക്റ്റിനും ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള ആളുകൾക്ക് ഈ പറയുന്ന സോൾജർ ജനറൽ ഡ്യൂട്ടി പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. സോൾജർ ടെക്നിക്കൽ പോസ്റ്റ്
പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ +2 സയൻസ് പാസ്സായിരിക്കണം. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ 50% മാർക്കോട് കൂടി അഗ്രിഗേറ്റ് ആയിട്ട് നിങ്ങൾ 50% മാർക്കോട് കൂടി നിങ്ങൾ പറയുന്ന +2 സയൻസ് പാസ്സായിരിക്കണം. മാത്രമല്ല 40% മാർക്കെങ്കിലും ഓരോ സബ്ജക്റ്റിലും ഉണ്ടായിരിക്കണം. അപ്പോൾ +2 സയൻസ് പാസ്സായ ആളുകൾക്ക് സോൾജർ ടെക്നിക്കൽ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. സോൾജർ ടെക് നഴ്സിംഗ് അസിസ്റ്റന്റ് വെറ്ററിനറി തുടങ്ങിയ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ +2 ബയോളജി സയൻസ് പഠിച്ചിരിക്കണം. +2 ബയോളജി സയൻസ് പഠിച്ച ആളുകൾക്ക് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. 50% മാർക്കോട് കൂടി +2 ബയോളജി സയൻസ് പാസ്സായിരിക്കണം. മാത്രമല്ല മിനിമം 40% മാർക്കെങ്കിലും എല്ലാ സബ്ജക്റ്റിലും ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള ആളുകൾക്ക് ഈ പറയുന്ന സോൾജർ ടെക് നഴ്സിംഗ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ നഴ്സിംഗ് അസിസ്റ്റന്റ് വെറ്ററിനറി പറഞ്ഞ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാം. അടുത്ത സോൾജർ ക്ലർക്ക്, സ്റ്റോർ കീപ്പർ, ടെക്നിക്കൽ, ഇൻവെന്ററി മാനേജ്മെന്റ് തുടങ്ങിയ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് +2 പാസ്സായാൽ മതിയായിരിക്കണം. അത് ആർട്സോ കൊമേഴ്സോ സയൻസോ ആയാലും കുഴപ്പമില്ല. പക്ഷേ 60% മാർക്കോട് കൂടി നിങ്ങൾ +2 പാസ്സായിരിക്കണം. മാത്രമല്ല 50% മാർക്ക് നിങ്ങൾക്ക് ഈ ഓരോ സബ്ജക്റ്റിലും ഉണ്ടായിരിക്കണം. പിന്നെ 50% മാർക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷോ തന്നെ മാത്സ് അല്ലെങ്കിൽ ഇനിയിപ്പോൾ കൊമേഴ്സ് പഠിച്ച ആളുകൾക്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ബുക്ക് കീപ്പിങ്ങോ അത്തരത്തിലുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് പറയുന്ന അത്തരത്തിലുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് മിനിമം 50% മാർക്ക് കൂടി ഉണ്ടായിരിക്കണം. അപ്പോൾ +2 പാസ്സായ ആളുകൾക്ക് അപേക്ഷിക്കാവുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് സോൾജർ ക്ലർക്ക്, സ്റ്റോർ കീപ്പർ, ടെക്നിക്കൽ, ഇൻവെന്ററി മാനേജ്മെന്റ് തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം. പക്ഷേ മിനിമം 60% മാർക്കോടുകൂടി നിങ്ങൾ +2 പാസ്സായിരിക്കണം. ഓരോ സബ്ജക്റ്റിലും 50% മാർക്കെങ്കിലും ഉണ്ടായിരിക്കണം. അടുത്ത സോൾജർ ട്രേഡ്സ്മാൻ 10th പാസ്, നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. മിനിമം 33% മാർക്കോടുകൂടി നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നുള്ള ഒരു ക്വാളിഫിക്കേഷൻ മാത്രമാണ് അതിന് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അടുത്ത സോൾജർ ട്രേഡ്സ്മാൻ എന്ന് പറയുന്ന പോസ്റ്റാണ്. 8th പാസ് എന്ന് അവിടെ തന്നെ നൽകിയിട്ടുണ്ട്. 8ാം ക്ലാസ് പാസ്സായ ആളുകൾക്ക് 33% മാർക്കോട് കൂടിയെങ്കിലും 8ാം ക്ലാസ് പാസ്സായ ആളുകൾക്ക് ഈ പറയുന്ന സോൾജർ ട്രേഡ്സ്മാൻ പറഞ്ഞ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. അപ്പോൾ ഇത്രയും ഒഴിവുകളാണ് നിലവിൽ ഉള്ളത്. അപ്പോൾ ഏതൊക്കെ ഒഴിവുകളാണെന്ന് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾക്ക് അവിടെ നിന്നും ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് പരിശോധിക്കാവുന്നതാണ്. ഇനി ഈ ഒരു നോട്ടിഫിക്കേഷൻ നൽകിയിരിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഇനി നമുക്കിവിടെ കാണാം ഫിസിക്കൽ ടെസ്റ്റ് എത്തരത്തിലായിരിക്കും. ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആർമി റിക്രൂട്ട്മെന്റ് റാലിയുടെ ഏറ്റവും സുപ്രധാനമായൊരു ഭാഗമാണിത്. ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് നിയമനം ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ എക്സാമിനേഷനൊക്കെ ക്വാളിഫൈഡ് ആവുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു പ്രധാനപ്പെട്ട കടമ്പ തന്നെയാണ് ഈ പറയുന്ന ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്. ശ്രദ്ധിക്കുക, 1.6 കിലോമീറ്റർ റണ്ണ്, അതുപോലെ തന്നെ ബീം പുള്ളപ്സ്, 9 ഫീറ്റ് ഡിച്ച്, 6 ആക് ബാലൻസ് തുടങ്ങിയിട്ടുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റുകളാണ് നിങ്ങൾ പാസ്സാവേണ്ടത്. അതിൽ ആദ്യത്തെ 1.6 കിലോമീറ്റർ റണ്ണാണ്. അതായത് അപ് ടു 5 മിനിറ്റ് 30 സെക്കൻഡ്, 5 മിനിറ്റ് 30 സെക്കൻഡിനുള്ളിൽ ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ 1.6 കിലോമീറ്റർ റണ്ണ് പൂർത്തിയാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 60 മാർക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത ഗ്രൂപ്പ് 2 5 മിനിറ്റ് 31 സെക്കൻഡിനും 5 മിനിറ്റ് 45 സെക്കൻഡിനും ആ ഒരു ടൈം റേഞ്ചിലാണ് നിങ്ങൾ 1.6 കിലോമീറ്റർ പാസ്സാവുന്നെങ്കിൽ റണ്ണ് ചെയ്ത് പൂർത്തിയാക്കുന്നെങ്കിൽ നിങ്ങൾക്ക് 48 മാർക്ക് ലഭിക്കും. അടുത്തൊരു ബീം പുള്ളപ്സ് എന്ന് പറയുന്നതാണ്. അത് പുള്ളപ്സ് നിങ്ങൾ ബീം പുള്ളപ്സ് ആണ്. 10 പുള്ളപ്സിന് 40 മാർക്ക് ലഭിക്കും. 9 പുള്ളപ്സ് ആണ് എടുക്കുന്നതെങ്കിൽ 33 മാർക്ക് ലഭിക്കുകയുള്ളൂ. 8 പുള്ളപ്സിന് 27, 7 പുള്ളപ്സിന് 21, 6 പുള്ളപ്സ് ആണെങ്കിൽ 16 മാർക്ക് ലഭിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള മാർക്കുകളാണ് നോക്കുക. അപ്പോൾ ഈ ഒരു മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് ഫൈനൽ സെലക്ഷൻ ഉണ്ടായിരിക്കുക. ഒരു 9 ഫീറ്റ് ഡിച്ച് ഉണ്ടായിരിക്കും. അത് നിങ്ങൾ ക്വാളിഫൈ ആവണമെന്നാണ് നൽകിയിരിക്കുന്നത്. ലോങ് ജമ്പ് ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ 6 ആക് ബാലൻസ് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ടെസ്റ്റ് കൂടിയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ നിങ്ങൾ എന്തായാലും ക്വാളിഫൈ ആവണം. അപ്പോൾ ഈ ഒരു ടെസ്റ്റുകൾക്ക് വേണ്ടി നിങ്ങൾ ഇപ്പോൾ തന്നെ പ്രാക്ടീസ് തുടങ്ങുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ക്വാളിഫൈ ആവാൻ കഴിയുകയുള്ളൂ. ഫിസിക്കൽ മെഷർമെന്റ്സും എല്ലാം അവർ അവിടെ നിന്ന് നടത്തുന്നതായിരിക്കും. അതിനുശേഷം അതിൽ ക്വാളിഫൈ കഴിഞ്ഞാൽ നിങ്ങളൊരു മെഡിക്കൽ ടെസ്റ്റും അവർ നടത്തും. അടുത്ത റിട്ടേൺ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു സമയത്ത് വെച്ചിട്ട് നിങ്ങളെ, അതായത് ആ ഒരു വെന്യൂവിൽ വെച്ചിട്ട് പിന്നീട് അവർ അറിയിക്കുന്നതായിരിക്കും. പിന്നീട് അതിൻ്റെ അഡ്മിറ്റ് കാർഡും മറ്റുള്ള കാര്യങ്ങളെല്ലാം അവർ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അതിൻ്റെ അഡ്മിറ്റ് കാർഡും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് എല്ലാം നിങ്ങൾ പാസ്സായി കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ അഡ്മിറ്റ് കാർഡെല്ലാം നിങ്ങൾക്ക് അവിടെ നിന്ന് നൽകുന്നതായിരിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്ന ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കൈവശം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഈ പറയുന്ന ഡോക്യുമെന്റ്സും സർട്ടിഫിക്കറ്റുകളും ഇല്ലാതെ നിങ്ങൾക്ക് ഈ പറയുന്ന റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുക്കാൻ കഴിയില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. ഡോക്യുമെന്റ്സോ സർട്ടിഫിക്കറ്റോ നിങ്ങളുടെ കൈവശമുള്ള എല്ലാ ഡോക്യുമെന്റ്സും സർട്ടിഫിക്കറ്റിന്റെയും ഒറിജിനലും ഉണ്ടായിരിക്കണം. മാത്രമല്ല അവയുടെ എല്ലാം 2 വീതം അറ്റസ്റ്റ് ചെയ്ത കോപ്പികൾ, എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും അറ്റസ്റ്റ് ചെയ്ത കോപ്പികൾ, ഈ 2 അറ്റസ്റ്റ് ചെയ്ത കോപ്പികൾ കൂടി നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണമെന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രം, ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആർമി റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ കഴിഞ്ഞ് നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിച്ചതിന് ശേഷം അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഓപ്പണായി വരുന്നതായിരിക്കും. ആ ഒരു ഡേറ്റ് പിന്നീടായിരിക്കും അറിയിക്കുക. എന്തായാലും നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന അവസാന തീയതി എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണും. അപ്പോൾ അതിൽ നിന്നും ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന അഡ്മിറ്റ് കാർഡ് നിങ്ങൾ വളരെ നല്ലൊരു പേപ്പറിൽ ലേസർ പ്രിന്റോട് കൂടി, അതായത് വളരെ നല്ല രീതിയിൽ, സാധാരണ നോർമൽ പ്രിന്റ് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്.
എങ്കിൽ കൂടി വളരെ ക്ലിയർ ആയിട്ട്, അതായത് ഗുഡ് ക്വാളിറ്റി പേപ്പറിൽ എടുത്തൊരു അഡ്മിറ്റ് കാർഡ് ആയിരിക്കണം, നല്ല കട്ടിയുള്ള പേപ്പറിൽ എടുത്തൊരു അഡ്മിറ്റ് കാർഡ് ആയിരിക്കണം. മാത്രമല്ല അതിൻ്റെ സൈസ് ഒന്നും കുറയ്ക്കാൻ പാടില്ല. നിങ്ങൾക്ക് എത്രത്തിലാണ് പ്രിന്റ് എടുക്കാൻ കഴിയുന്ന ആ ഒരു സൈസിൽ തന്നെ ആയിരിക്കും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു ഡോക്യുമെന്റ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. അടുത്ത രണ്ടാമതായിട്ട് വരുന്ന ഒരു നിങ്ങളുടെ കൈവശം ഫോട്ടോഗ്രാഫ്സ് ഉണ്ടായിരിക്കണം. അതായത് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്സ് 20 കോപ്പി പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്സ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. അറ്റസ്റ്റ് ചെയ്യാൻ പാടുകയില്ല. 20 കോപ്പി പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, കളർ ഫോട്ടോഗ്രാഫ്സ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കുന്നതായിരിക്കണം. അതും അത്തരത്തിൽ നല്ലൊരു ഗുഡ് ക്വാളിറ്റി പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. സ്റ്റുഡിയോയിൽ നിന്ന് ലഭിക്കുന്ന ഗുഡ് ക്വാളിറ്റി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം. മാത്രമല്ല വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, അതായത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എടുത്ത ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എടുത്ത ഫോട്ടോഗ്രാഫ് ഇല്ലെങ്കിൽ നിങ്ങളത് എടുത്തു വയ്ക്കുക. മാത്രമല്ല 3 മാസത്തിൽ കൂടുതൽ പഴക്കവും ഉണ്ടായിരിക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 3 മാസത്തിൽ കൂടുതൽ പഴക്കം ഇല്ലാത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. ഇതെല്ലാം റാലിയുടെ സമയത്ത് നിങ്ങൾ കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. മൊത്തത്തിൽ രണ്ടാമത്തെ കാര്യം അതാണ്. അപ്പോൾ ആദ്യത്തെ അഡ്മിറ്റ് കാർഡ്, രണ്ടാമത്തെ ഫോട്ടോഗ്രാഫ്. ഇനി നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ കൈവശം ഏതെല്ലാം എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടോ അതെല്ലാം നിങ്ങൾ കൈവശം വയ്ക്കുക. മാത്രമല്ല നേരത്തെ തന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ഏതൊക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങളുടെ കൈവശമുള്ളത് അതിൻ്റെ എല്ലാം അറ്റസ്റ്റ് ചെയ്ത് 2 കോപ്പികൾ കൂടി നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കും. അപ്പോൾ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സും അവയുടെ അറ്റസ്റ്റ് ചെയ്ത 2 കോപ്പികൾ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. അത്തരത്തിൽ എല്ലാ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. അതാണ് മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്. അടുത്ത ഒരു നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡൊമിക്കിൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയും. ആ ഒരു നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ തഹസിൽദാരുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ കയ്യിൽ നിന്നോ അവർ നൽകുന്ന ഒരു ഫോട്ടോയോട് കൂടിയുള്ള ഒരു നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശമുണ്ട്. അതാണ് നാലാമത്തെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കും. അതാണ് നിങ്ങൾ നാലാമത്തെ ഡോക്യുമെന്റ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ കോപ്പി കൂടി നിങ്ങൾ എടുത്തു വയ്ക്കുക. ഇപ്പോൾ ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം അറ്റസ്റ്റ് ചെയ്ത കോപ്പി കൂടി നിങ്ങളുടെ കൈവശം എന്തായാലും എടുത്തു വയ്ക്കുക. അപ്പോൾ അത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അടുത്ത അഞ്ചാമതായിട്ട് ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. അത് ഇത്തരത്തിൽ തഹസിൽദാർ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഫോട്ടോഗ്രാഫോട് കൂടിയുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അത്തരത്തിലുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കൈവശം ഉണ്ട്. അതാണ് അഞ്ചാമത്തെ ഡോക്യുമെന്റ്. ഇനി കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൽ റിലീജിയൻ മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ പറയുന്ന ഒരു റിലീജിയൻ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശമുണ്ട്. അതായത് കാസ്റ്റ് സർട്ടിഫിക്കറ്റിൽ റിലീജിയൻ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പറയുന്ന റിലീജിയൻ സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കണം. അപ്പോൾ അത് ആറാമത്തെ ഡോക്യുമെന്റ് ആണ്. ഈ ഒരു ഡോക്യുമെന്റ് അത് നിർബന്ധമുള്ളതല്ല. അതായത് കാസ്റ്റ് സർട്ടിഫിക്കറ്റിൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൽ റിലീജിയൻ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം മതി. അപ്പോൾ ആ ഒരു ഡോക്യുമെന്റ് അത്തരത്തിലുള്ള ആളുകൾ മാത്രം വാങ്ങി വയ്ക്കുക. അത്തരത്തിലുള്ള ആളുകൾ മാത്രം അത് ഹാജരാക്കേണ്ടി വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്ത സ്കൂൾ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്. അത് സ്കൂളിൽ നിങ്ങളുടെ പ്രിൻസിപ്പളുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ കോളേജ് പ്രിൻസിപ്പളുടെ കയ്യിൽ നിന്നോ വാങ്ങി വയ്ക്കേണ്ടതാണ്. അതാണ് ആറാമത്തെ ഡോക്യുമെന്റ് ആയിട്ട് വരുന്നത്. അടുത്ത ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. അത് നിങ്ങളുടെ അതായത് 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ വില്ലേജ് ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ മുനിസിപ്പൽ കോർപ്പറേഷൻ ഏരിയയിൽ നിന്നാണെങ്കിൽ അവിടെ നിന്ന് വാങ്ങിയെടുത്ത ഒരു ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്, അതായത് വിത്തിൻ ലാസ്റ്റ് 6 months 6 മാസത്തിനുള്ളിൽ എടുത്തായിരിക്കണം. അതാണ് അടുത്തൊരു 7ാമത്തെ ഡോക്യുമെന്റ്. അടുത്ത അൺമാരിഡ് സർട്ടിഫിക്കറ്റ്. അതായത് അൺമാരിഡ് സർട്ടിഫിക്കറ്റ്, അതായത് 21 വയസ്സിൽ താഴെയുള്ള ആളുകൾക്ക് ഫോട്ടോഗ്രാഫോട് കൂടിയുള്ള ഒരു അൺമാരിഡ് സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ടായിരിക്കണം. അപ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റ്, ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് നിർബന്ധമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റുകളിലും ഫോട്ടോഗ്രാഫ് നിർബന്ധമാണ്. അപ്പോൾ ആ ഒരു അൺമാരിഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കണം. അത് 6 മാസത്തിനുള്ളിൽ നേടിയെടുത്തൊരു അൺമാരിഡ് സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അപ്പോൾ ഇത്രയും ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾ ശരിയാക്കിയതിന് ശേഷം വേണം നിങ്ങൾ അവിടെ റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുക്കാൻ. അപ്പോൾ ഒരുപാട് ഡോക്യുമെന്റ്സ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ ശ്രമിക്കുക. അടുത്ത് റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ്. അത് എക്സ് സർവീസ്മാൻ കാറ്റഗറിയിലുള്ള ആളുകൾക്ക്, അതായത് എക്സ് സർവീസ്മാൻ്റെ റിലേഷനിലുള്ള ആൾക്ക്, മക്കൾക്കോ അത്തരത്തിലുള്ള ആശ്രിതർക്ക് റാലിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവർ ഹാജരാക്കേണ്ട റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണ്. അത് ബന്ധപ്പെട്ട റെക്കോർഡ് ഓഫീസിൽ നിന്നും, എക്സ് സർവീസ്മാൻ്റെ റെക്കോർഡ് ഓഫീസിൽ നിന്നുമാണ് നിങ്ങൾ വാങ്ങി വയ്ക്കേണ്ടത്. അതിൻ്റെ അഫിഡവിറ്റ് ഈ ഒരു നോട്ടിഫിക്കേഷൻ താഴത്തുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന നിലവിൽ നേരത്തെ പറഞ്ഞ ഡോക്യുമെന്റ്സിൻ്റെ ഒന്നും ഫോമുകളൊന്നും ഈ ഒരു നോട്ടിഫിക്കേഷൻ നൽകിയിട്ടില്ല. അതെല്ലാം നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അവരുടെ അടുത്ത് പോയി പറഞ്ഞാൽ മതി. ബന്ധപ്പെട്ട അധികാരികളുടെ അടുത്ത് നിങ്ങൾ പോയി പറഞ്ഞാൽ ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റുകൾ ആവശ്യപ്പെട്ടിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവിടെ നിന്നും നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്ത് തരുന്നതായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റിന്റെ ഫോം താഴെ നൽകിയിട്ടുണ്ട്. അത് എക്സ് സർവീസ്മാൻ്റെ മക്കൾക്ക് ആയി ഉപയോഗിക്കേണ്ടതാണ്. അടുത്ത NCC സർട്ടിഫിക്കറ്റ്. അത് NCC യിൽ പങ്കെടുത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് NCC സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഇനി സ്പോർട്സ് സർട്ടിഫിക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ, അതായത് നാഷണൽ ലെവലിലോ ഇന്റർനാഷണൽ ലെവലിലോ സ്റ്റേറ്റ് ലെവലിലോ അത്തരത്തിൽ പങ്കെടുത്ത ആളുകൾക്കാണ് ഈ പറയുന്ന കാര്യങ്ങൾ, അവരുന്ന സ്പോർട്സ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അത്തരത്തിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ഈ പറയുന്ന സ്റ്റേറ്റ് സ്കൂൾ ടീമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിസ്ട്രിക്റ്റിന് വേണ്ടി റെപ്രസെന്റ് ചെയ്തുകൊണ്ട് സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്റ്റേറ്റിന് വേണ്ടി പങ്കെടുത്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ കോളേജിന് വേണ്ടിയിട്ട് ഇന്റർ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലോ അതല്ലെങ്കിൽ നാഷണൽ ജൂനിയർ ലെവലിൽ, നാഷണൽ ലെവലിലോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ പങ്കെടുത്ത ആളുകൾക്ക് മാത്രമാണ് ഈ പറയുന്ന സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കഴിയുക. അടുത്ത അഫിഡവിറ്റ് ആണ്. അഫിഡവിറ്റ് പറയുമ്പോൾ ₹10 നോൺ ജുഡീഷ്യൽ സ്റ്റാമ്പ് പേപ്പറിൽ വാങ്ങുന്ന ഒരു അഫിഡവിറ്റ് ആണ്. ഈ ഒരു അഫിഡവിറ്റ് ഏതെങ്കിലും ഒരു നോട്ടറി അറ്റസ്റ്റ് ചെയ്തതായിരിക്കണം. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു നോട്ടറി ഓഫീസർ നിങ്ങളുടെ ഭാഗത്തുണ്ടായിരിക്കും. നിങ്ങൾക്ക് അറിയാൻ കഴിയും. നിങ്ങളുടെ പ്രദേശത്തുള്ള നോട്ടറി ഓഫീസറിൽ നിന്നും നിങ്ങൾ സൈൻ ചെയ്ത് വാങ്ങേണ്ടത് എന്നാണത് അഫിഡവിറ്റ് ആണത്. ₹10 നോൺ ജുഡീഷ്യൽ സ്റ്റാമ്പ് പേപ്പർ ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ അതിൻ്റെ ഒരു ഫോം ഈ ഒരു നോട്ടിഫിക്കേഷൻ താഴെ ഇതെല്ലാവരും ഹാജരാക്കേണ്ട ഒന്നാണ്. അടുത്ത സർട്ടിഫിക്കറ്റ് ഓഫ് ബോണസ് മാർക്ക്. അത് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ്, നേരത്തെ പറഞ്ഞ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ്, അതിന് NCC, അതുപോലെ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാജരാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാജരാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അതാണ് ബോണസ് മാർക്കിന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ് അവയെല്ലാം. പിന്നെ നിങ്ങളുടെ കൈവശം ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം, പാൻ കാർഡ് ഉണ്ടായിരിക്കണം, ആധാർ കാർഡും ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം.
അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് ഏകദേശം 15ഓളം ഡോക്യുമെൻറ്റുകളാണ് ഹാജരാക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിൽ 3 നിങ്ങൾക്ക് എക്സംപ്റ്റഡ് ആയിരിക്കും. കാരണം അത് ഒന്ന് എക്സ് സർവീസ്മാൻ കാറ്റഗറിയിലുള്ള ആൾക്കും പിന്നെ ഒന്ന് സ്പോർട്സ് കാറ്റഗറിയിലുള്ള ആളുകൾക്കും ഹാജരാക്കേണ്ടതാണ്. പിന്നെ ഒന്ന് കാസ്റ്റ് സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ റിലീജിയൻ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലാണ് നിങ്ങൾക്ക് റിലീജിയൻ സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരിക. അപ്പോൾ ഏകദേശം 10-15ഓളം ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻറ്റ്സ് ഇവിടെ നിങ്ങൾ വായിച്ച് നോക്കുക. നിങ്ങളുടെ ഇതിനനുസരിച്ചുള്ള ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ ഹാജരാക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം പുറമെ ഇതുവരെ ആവശ്യപ്പെടാത്തൊരു സർട്ടിഫിക്കറ്റാണത്. അതായത് നിങ്ങളുടെ കൈവശം COVID-19 ഫ്രീ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും. അതായത് COVID-19 ടെസ്റ്റ് നിങ്ങൾ ചെയ്യണം. അത് റാലി എന്താണ് നടക്കുന്നത് അതിൻ്റെ 48 മണിക്കൂറിന് ഉള്ളിലെടുത്തൊരു സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. COVID-19 ഫ്രീ അല്ലെങ്കിൽ അസിംപ്റ്റോമാറ്റിക് സർട്ടിഫിക്കറ്റ്. ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഫോമും താഴെയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അതായത് ഇതിൽ നൽകിയിരിക്കുന്ന ഫോമുകളുണ്ടെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ കുറച്ച് ഫോമുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നൽകിയിട്ടുള്ള ഫോമുകളുടെ ആ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കുക. മറ്റെല്ലാതും നിങ്ങൾക്ക് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും ഈ ഒരു കാര്യം സൂചിപ്പിച്ച് കഴിഞ്ഞാൽ റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുക്കാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് അവർ അവിടെ നിന്നും ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും. അല്ലാത്തത് ഈ പറയുന്ന നോട്ടിഫിക്കേഷനിലുണ്ട്. ആ ഫോമുകൾ ഡൗൺലോഡ് ചെയ്ത് വേണം നിങ്ങൾ നൽകണം. അപ്പോൾ എന്തായാലും COVID-19 ഫ്രീ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുക്കാൻ കഴിയുള്ളൂ. തെർമൽ സ്കാനിംഗ് എല്ലാം ഉണ്ടായിരിക്കും അവിടെ. അത്തരത്തിൽ നിങ്ങൾക്ക് ടെമ്പറേച്ചർ എന്തെങ്കിലും വേരിയേഷൻ വരികയാണെങ്കിൽ അവർ നിങ്ങളെ റാലിയിൽ പങ്കെടുപ്പിക്കുന്നതല്ല. മാത്രമല്ല നിങ്ങളുടെ കൈവശം ഫേസ് മാസ്ക്, ഗ്ലൗസ് തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് അവിടെ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ. പിന്നെ മാത്രമല്ല ആർമി റിക്രൂട്ട്മെന്റ് റാലി എന്ന ഫ്രീ സർവീസാണ്. നിങ്ങൾ ആർക്കും പൈസ കൊടുത്തോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്തുകൊണ്ട് നിങ്ങൾ റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുക്കരുത്. അത്തരത്തിൽ കണ്ടെത്തുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആജീവനാന്തം നിങ്ങൾക്ക് ഈ പറയുന്ന ആർമി റിക്രൂട്ട്മെന്റ് റാലികളിൽ പങ്കെടുക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോവാതിരിക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഫേസ് മാസ്കും ഗ്ലൗസ് എന്തായാലും തീർച്ചയായും കൈവശം വയ്ക്കണം. പിന്നെ പ്രധാനമായിട്ടും ഈ സർട്ടിഫിക്കറ്റ് നേരത്തെ ഞാൻ 10-15 സർട്ടിഫിക്കറ്റുകൾ പറഞ്ഞിരുന്നു. അതിന് പുറമെ ഈ പറയുന്ന COVID-19 ഫ്രീ സർട്ടിഫിക്കറ്റ് തീർച്ചയായും നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കും. അത് ഇവിടുന്ന് COVID-19 ഫ്രീ അല്ലെങ്കിൽ അസിംപ്റ്റോമാറ്റിക് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. അത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നും എടുത്തായിരിക്കണം. അതിൻ്റെ ഫോമുകളെല്ലാം താഴ്ത്തുണ്ട്. അപ്പോൾ ഇതിൽ നൽകിയിരിക്കുന്ന ഈ നോട്ടിഫിക്കേഷൻ്റെ ഭാഗമായി നൽകിയിരിക്കുന്ന ഫോമുകൾ ഉണ്ടെങ്കിൽ ആ ഫോമുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അല്ലാത്തതെല്ലാം നിങ്ങൾക്ക് ബന്ധപ്പെട്ട അധികാരിയിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നിന്നും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ നൽകിയിരുന്നത്. ഇനി നമുക്ക് ഏറ്റവും താഴെയായിട്ട് ഇവിടെ വെയിറ്റ് ചാർട്ട് നേരത്തെ പറഞ്ഞിരുന്നു. നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹൈറ്റ് നോക്കുക, നിങ്ങളുടെ വെയിറ്റ് നോക്കുക, നിങ്ങളുടെ ഏജിനനുസരിച്ച് അതുതന്നെ നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റിൻ്റെ ചാർട്ട് ഇവിടെ വ്യക്തമായി നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ഉണ്ടോ എന്ന് ഈ ഒരു ചാർട്ട് നോക്കി പരിശോധിക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ ലിങ്ക് ഞാൻ താഴെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് പരിശോധിക്കാവുന്നതാണ്. ഇനി ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഫോമുകൾ ലഭിക്കും. ഈ ഒരു അഫിഡവിറ്റ് ഫോം, ഈ ഒരു ഫോം ഫോർ അഫിഡവിറ്റ് പറഞ്ഞ ഒരു ഫോർമാറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇത് എക്സ് സർവീസ്മാൻ കാറ്റഗറിയുള്ള ആളുകൾക്ക് പൂരിപ്പിക്കേണ്ടതാണ്. അവർ അവരുടെ റെക്കോർഡ് ഓഫീസറുടെ കൈവശം മാത്രമല്ല അവരുടെ ഒരു ഇത് കൂടി ഉണ്ടായിരിക്കണം. അതൊരു നോൺ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ അല്ലെങ്കിൽ നോട്ടറിയുടെയോ സൈൻ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണത്. ഒരു ഇതാണ് ഒരു സെൽഫ് അറ്റസ്റ്റ് ചെയ്യുന്ന കോപ്പിയാണത്. റെക്കോർഡ് ഓഫീസിൽ നിന്ന് വാങ്ങേണ്ടതല്ല. ഇത് നിങ്ങൾ തന്നെ ഒരു സെൽഫായിട്ട് നിങ്ങൾ നൽകേണ്ടതാണ്. അതായത് ആ ഒരു എക്സ് സർവീസ്മാൻ നിങ്ങൾ ഏതൊരാളുടെയാണോ ആശ്രിതനാണോ ഏതൊരു എക്സ് സർവീസ്മാൻ്റെയോ അല്ലെങ്കിൽ ഏതൊരു ആർമി പേഴ്സൻ്റെയോ മകനാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു ഫോമിൽ ഫില്ലപ്പ് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തുകൊണ്ട് നിങ്ങൾക്ക് വരുന്ന ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ നോട്ടറിയുടെ ഒരു സിഗ്നേച്ചറോട് കൂടിയുള്ളൊരു ഫോമാണ്. അത് നിങ്ങൾ തീർച്ചയായും കൈവശം വയ്ക്കണം. ഇതെല്ലാവരും കൈവശം വയ്ക്കേണ്ട ഒരു ഫോമാണ്. അപ്പോൾ നോൺ ജുഡീഷ്യൽ സ്റ്റാമ്പ് പേപ്പർ നിങ്ങൾക്ക് ഇവിടെ തന്നെ ലഭിക്കും. അപ്പോൾ ഈ ഒരു ഫോമിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇവിടെ ഒട്ടിക്കുക. മാത്രമല്ല നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം നൽകുക. നിങ്ങളുടെ പേര് അത്തരത്തിൽ അതായത് പെർമനൻറ്റ് ഹോം അഡ്രസ്സ് നൽകുക. ഇതിന് മുമ്പ് നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും റാലിയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ അതിൻ്റെ സഹിതം പിന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ നൽകേണ്ടതുണ്ട്. മാത്രമല്ല നിങ്ങളുടെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങി വയ്ക്കുമല്ലോ. അപ്പോൾ അത്തരത്തിൽ ആ സർട്ടിഫിക്കറ്റ് നമ്പറെല്ലാം ഇതിൽ നൽകേണ്ടി വരും. അപ്പോൾ അതെല്ലാം ഇതിൽ കറക്റ്റായിട്ട് ഫില്ലപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സിഗ്നേച്ചറും പിന്നെ സിഗ്നേച്ചർ ഓഫ് നോട്ടറി നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ നോട്ടറിയുടെ ഒരു സിഗ്നേച്ചറാണ് ഇവിടെ വേണ്ടത്. അതുകൂടി വാങ്ങി വയ്ക്കേണ്ടത്. ഇതെല്ലാവരും വാങ്ങേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഫോം ഇവിടെ നിന്നുമാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഈ പറയുന്ന ₹10 നോൺ ജുഡീഷ്യൽ സ്റ്റാമ്പ് പേപ്പറിൻ്റെ ഒരു ഫോമാണ്. ഈ ഒരു ഫോം ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾ ഇതിലാണ് ഫില്ലപ്പ് ചെയ്ത് സിഗ്നേച്ചർ എല്ലാം വാങ്ങേണ്ടത്. ഇനി തൊട്ട് താഴെയായിട്ടാണ് ഇവിടെയാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകി. ഇതെല്ലാവരും ഹാജരാക്കേണ്ടതാണ്. COVID-19 ഫ്രീ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അസിംപ്റ്റോമാറ്റിക് സർട്ടിഫിക്കറ്റ്. ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നുമാണ്. മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിക്കുക, ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ സ്റ്റാമ്പ് ഉണ്ടായിരിക്കണം. ഡോക്ടറുടെ സിഗ്നേച്ചറും പിന്നെ സ്റ്റാമ്പും ആ ഒരു ഭാഗത്ത് ഒട്ടിക്കണം, ഈ ഒരു ഭാഗത്ത് ഒട്ടിക്കണം. അത്തരത്തിൽ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇത് നിങ്ങൾ അതായത് 48 മണിക്കൂറിനുള്ളിലാണ് എടുത്തു വെക്കേണ്ടത്. 48 മണിക്കൂറിനുള്ളിലാണ് എടുത്തേണ്ടത്. റാലി എന്താണെന്ന് അറിയുക. അപ്പോൾ അതിൻ്റെ തലേ ദിവസമോ അല്ലെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ 48 മണിക്കൂറിനുള്ളിൽ എടുത്ത ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഡേറ്റ് വന്നതിന് ശേഷം ഇത് എടുത്ത് വെച്ചാൽ മതി. നേരത്തെ എടുത്ത് വെക്കേണ്ട കാര്യമില്ല. കാരണം നേരത്തെ എടുത്ത് വെച്ചാൽ അത് വാലിഡ് ആവുകയില്ല. അപ്പോൾ ആ ഒരു സമയത്ത് എടുത്ത് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ നൽകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളത് നോക്കുക. നിങ്ങൾ ഡോക്ടറുടെ കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിരിക്കേണ്ടത്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റാലിയിൽ പങ്കെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇതിൽ നൽകിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇനി താഴെയായിട്ട് COVID-19 വേറൊന്നുണ്ട്, ഒരു നോൺ റിസ്ക് സർട്ടിഫിക്കറ്റ്. ഇതും എല്ലാവരും ഹാജരാക്കേണ്ടതുണ്ട്. ഇത് നിങ്ങളുടെ സിഗ്നേച്ചറാണ് ഇതിൽ വേണ്ടത്. അതായത് നിങ്ങൾക്ക് COVID-19 ഇല്ല, അതിൽ നിങ്ങളുടെ പാരൻറ്റിൻ്റെ സൈനും പേരും എല്ലാം ഇതിൽ നൽകേണ്ടതുണ്ട്. അത്തരത്തിൽ ഇതെല്ലാം നൽകിയതിന് ശേഷമാണ് നിങ്ങൾ ഇത് നൽകേണ്ടത്. അതായത് നിങ്ങൾക്ക് COVID-19 ഇല്ല എന്ന് നിങ്ങൾ സ്വയം സാക്ഷ്യപ്പെടുന്ന സർട്ടിഫിക്കറ്റാണ്. അതാണ് ഈ പറയുന്ന നോ റിസ്ക് സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ
നിങ്ങൾ ആ കാറ്റഗറിയുള്ള ആളുകളാണെങ്കിൽ ഇത് പറഞ്ഞിരിക്കുന്ന ആളുകൾ, അതായത് എക്സ് സർവീസ്മാൻ്റെ ഒഴികെ ബാക്കി എല്ലാതും നിങ്ങൾക്ക് ബാക്കി എല്ലാ സർട്ടിഫിക്കറ്റും ഇതിൽ പറഞ്ഞിരിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. എക്സ് സർവീസ്മാൻ കാറ്റഗറിയുള്ള ആളുകളാണെങ്കിൽ ഇത് പറഞ്ഞിരിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഫോമുകൾ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. ഈ ഫോമുകൾ ഇതിൽ നൽകിയിരിക്കുന്ന ഫോമുകൾ ഉണ്ടെങ്കിൽ ഇത് മാത്രം ഉപയോഗിക്കുക. ഇനി അല്ല എങ്കിൽ മറ്റുള്ള നേരത്തെ പറഞ്ഞ പോലെ ഒരു ലിസ്റ്റ് 10-15 സർട്ടിഫിക്കറ്റുകളുടെ ലിസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു. അതിൽ നിങ്ങൾക്ക് ഹാജരാക്കേണ്ട, നിങ്ങളുടെ യോഗ്യത അനുസരിച്ച് നിങ്ങൾക്ക് ഹാജരാക്കേണ്ട എല്ലാം നിങ്ങൾ ഇതിൽ നോക്കി വയ്ക്കുക. അത്തരത്തിൽ 10-15 അഡ്മിറ്റ് കാർഡ്, ഫോട്ടോഗ്രാഫ്, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, റിലീജിയൻ സർട്ടിഫിക്കറ്റ് വേണം, സ്കൂൾ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്, അൺമാരിഡ് സർട്ടിഫിക്കറ്റ്, റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ്. അൺമാരിഡ് സർട്ടിഫിക്കറ്റ് പ്രത്യേകിച്ച് 21 വയസ്സിൽ താഴെയുള്ള ആളുകൾക്കാണ്. റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് അത് സർവീസ്മാൻ കാറ്റഗറിയുള്ളവർക്ക്, NC സർട്ടിഫിക്കറ്റ് NCCയിൽ പങ്കെടുത്ത ആളുകൾക്ക്, സ്പോർട്സ് സർട്ടിഫിക്കറ്റ് പറയുന്ന ഇവന്റുകളിൽ പങ്കെടുത്ത ആളുകൾക്ക്, അത്തരത്തിൽ ഉള്ള ആളുകൾ. പിന്നെ അഫിഡവിറ്റിൻ്റെ ഫോം ഇതിലുണ്ട്. മാത്രമല്ല COVID-19 ഫോമുകൾ താഴത്തുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഫോമുകൾ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അല്ലാത്തതെല്ലാം നിങ്ങൾ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന്, നിങ്ങൾക്ക് തഹസിൽദാർ തന്നെ അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന്, അത്തരത്തിലുള്ള ഓഫീസുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ വില്ലേജ് ഓഫീസിലെല്ലാം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് സംഘടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ആർമി റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുക്കാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്തരത്തിലുള്ള ഫോം നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതായിരിക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ കൈവശമുള്ള എല്ലാ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ കൈവശമുണ്ടായിരിക്കണം. മാത്രമല്ല അറ്റസ്റ്റ് ചെയ്ത 2 കോപ്പികൾ കൂടി നിങ്ങളുടെ കൈവശമുണ്ടായിരിക്കണം. 20 ഫോട്ടോഗ്രാഫുകൾ, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എടുത്ത 20 ഫോട്ടോഗ്രാഫുകൾ, 3 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോഗ്രാഫുകൾ ഉണ്ടായിരിക്കണം. പിന്നെ COVID-19 ഫ്രീ സർട്ടിഫിക്കറ്റ് തീർച്ചയായും നിങ്ങളുടെ കൈവശമുണ്ടായിരിക്കണം. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റും, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അത്തരത്തിലുള്ള എല്ലാ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അത്തരത്തിലുള്ള എല്ലാ സർട്ടിഫിക്കറ്റും ഇതിൽ പറഞ്ഞിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ ഹാജരാക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ വിശദമായി പരിശോധിച്ച് നോക്കുക. ഇപ്പോൾ തന്നെ ഒരു ബുക്കോ അല്ലെങ്കിൽ പേപ്പറോ എടുത്തുകൊണ്ട് നിങ്ങൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾ ഹാജരാക്കേണ്ടതെന്നുള്ള കാര്യത്തിൻ്റെ ഒരു ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കി വയ്ക്കുക. അതനുസരിച്ചുള്ള ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ തയ്യാറാക്കുക. ഇതിൽ COVID-19 സർട്ടിഫിക്കറ്റ് മാത്രം നിങ്ങൾക്ക് ആ ഒരു സമയത്ത്, അതായത് ഡേറ്റ് വന്നതിന് ശേഷം അതിൻ്റെ 48 മണിക്കൂറിനുള്ളിലാണ് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു സമയത്ത്, അപ്പോൾ റിക്രൂട്ട്മെന്റ് റാലി എന്നാണോ അതിൻ്റെ തലേ ദിവസം എല്ലാം എടുത്താൽ മതിയായിരിക്കും. അന്ന് ആ ഒരു സമയത്ത് എടുക്കേണ്ട ഒരു COVID-19 ഫ്രീ സർട്ടിഫിക്കറ്റ് നിങ്ങൾ നേരത്തെ പറഞ്ഞു വയ്ക്കുക. ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ എനിക്കത് എടുത്തു തരണമെന്ന് നിങ്ങളുടെ അടുത്തുള്ള ഗവൺമെൻറ് ഓഫീസിൽ പോയി അന്വേഷിച്ച് നിങ്ങൾക്കറിയാം എത്ര സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. അപ്പോൾ അതനുസരിച്ച് പോയിട്ട് നിങ്ങൾ പറയുന്ന ഇതിൽ നൽകിയിരിക്കുന്ന ഫോം ഡൗൺലോഡ് ചെയ്തെടുത്തുകൊണ്ട് അതിലാണ് നിങ്ങൾ ബന്ധപ്പെട്ട ഡോക്ടറുടെ കയ്യിൽ നിന്നും വാങ്ങേണ്ട. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ വേണം. സ്റ്റാമ്പ് വേണം. ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ സിഗ്നേച്ചറും സീലെല്ലാം അതിലുണ്ടായിരിക്കണം. അപ്പോൾ അതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. ഡോക്ടറുടെയും സീലും സ്റ്റാമ്പ് എല്ലാം ഇതിലുണ്ടായിരിക്കണം. അത്തരത്തിൽ ശ്രദ്ധിക്കുക. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് മാത്രമാണ് എടുക്കാൻ കഴിയുക എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ. അപ്പോൾ അതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും ഫോമുകൾ നിങ്ങൾ എന്തായാലും ബുക്കും പേപ്പറും എടുത്ത് വെച്ചാൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നോക്കുക, ഈ ഒരു ഭാഗത്താണ് നൽകിയിരിക്കുന്നത്. അതായത് ഏകദേശം ഈ പറയുന്ന 3ാമത്തെ പേജ്, 2ാമത്തെ പേജ് മുതലാണ്. 2ാമത്തെ പേജിൻ്റെ അവസാനമാണ് ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കയ്യിൽ വെക്കേണ്ടതെന്നുള്ള നൽകിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഡോക്യുമെൻറ്റുകളുടെയും ഒറിജിനൽ നിങ്ങളുടെ കൈവശമുണ്ടായിരിക്കണം. മാത്രമല്ല 2 വീതം അറ്റസ്റ്റ് ചെയ്ത കോപ്പികൾ നിങ്ങളുടെ കൈവശമുണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് ശേഷം മാത്രം നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാൻ ശ്രമിക്കുക. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ കൈവശം ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ടായിരിക്കണം. നല്ലൊരു ഫോട്ടോഗ്രാഫ്, നിങ്ങൾ സ്കാൻ ചെയ്തെടുത്ത ഫോട്ടോഗ്രാഫ്, അതിൽ പറഞ്ഞിരിക്കുന്ന സൈസ് അനുസരിച്ചുള്ള ഫോട്ടോഗ്രാഫ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല ഒരു സിഗ്നേച്ചർ ഉണ്ടായിരിക്കും. നിങ്ങളുടെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യണം. ബാക്കി എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്യേണ്ടതൊന്നുമില്ല. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കാൻ മതി. ബാക്കിയെല്ലാം നിങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് അവിടെ നൽകേണ്ടത്. ഹൈറ്റ് നൽകേണ്ടി വരും. അത്തരത്തിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. ഹൈറ്റ് മാത്രമാണ് ചോദിച്ചത്. വെയിറ്റ് ആ ഒരു ഭാഗത്ത് ചോദിച്ചിട്ടില്ല ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സമയത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഓൺലൈനായിട്ട് സാധാരണ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു പേജിൽ പോയി നമുക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ഹോം പേജിലേക്ക് നമുക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ഒരു പേജിൽ നിന്ന് തന്നെ നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ JCO അല്ലെങ്കിൽ JCO/OR എൻറോൾമെൻറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന JCO or അപ്ലൈ ഓർ ലോഗിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അത്തരത്തിൽ അപ്ലൈ ഓർ ലോഗിൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ JCO or അപ്ലൈ ലോഗിൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് പച്ച കളർ കാണുന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയി വരിക. ഈ ഒരു പേജിൽ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ആദ്യം നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യണം. ആദ്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ രജിസ്ട്രേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. അവിടെ നിന്ന് നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്കിവിടെ കാണാം. ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം നൽകിയിട്ടുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് നോക്കേണ്ടത് നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഇമെയിൽ ഐഡിയും ഫോൺ നമ്പർ നൽകേണ്ടി വരും. അതുപോലെ നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ നൽകേണ്ടി വരും. നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് അനുസരിച്ച് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഫാദേഴ്സ് നെയിം, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം നൽകേണ്ടി വരും. നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും നൽകേണ്ടി വരും. അത്തരത്തിൽ വാലിഡ് ആയിട്ടുള്ള മൊബൈൽ ഐഡിയും ഫോൺ നമ്പർ മാത്രം നൽകുക. അതിനുശേഷം അതെല്ലാം നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP കൂടി നൽകിയാൽ മാത്രമേ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ആ ഒരു OTP കൂടി നൽകിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ഐഡി തന്നെയാണ് പിന്നീട് യൂസർ ഐഡി ആയിട്ട് ഉപയോഗിക്കേണ്ടത്. മാത്രമല്ല നിങ്ങൾക്കൊരു പാസ്വേഡ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണും. അപ്പോൾ നിങ്ങൾക്ക് പാസ്വേഡ് നിങ്ങൾക്ക് അനുസരിച്ച് നിങ്ങളൊരു പാസ്വേഡ് അതിനനുസരിച്ച് സെറ്റ് ചെയ്യുക. അത്തരത്തിൽ ആ ഒരു പാസ്വേഡ് കൂടി നിങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷം
അപ്ലൈ ചെയ്യുക. അപ്പോൾ ആ ഒരു പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്യുക. പാസ്വേഡ് കൂടി നൽകിയതിന് ശേഷം നിങ്ങൾക്ക് ആ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ആ ഒരു പേജിൽ നിന്നും ലോഗൗട്ട് ചെയ്തതിന് ശേഷം അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന നേരത്തെ കണ്ട ഒരു പേജിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഹോം പേജിലേക്ക് തന്നെ പോയിട്ട് ഒരിക്കൽ കൂടി കാണിക്കാം. അത്തരത്തിൽ ആ ഒരു രജിസ്റ്റർ ആവുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. വീണ്ടും ഈ ഒരു പേജിൽ വന്നതിന് ശേഷം അപ്ലൈ ലോഗിൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു പേജിലേക്ക് വരാം. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും ആധാർ കാർഡ് നമ്പറും എല്ലാം നൽകിയതിന് ശേഷം നിങ്ങൾ പാസ്വേഡ് എല്ലാം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അത് ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക. ഇവിടെ ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ ഒരിക്കൽ ആ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ യൂസർ ഐ ഡിയും യൂസർ നെയിം പാസ്വേഡ് നിങ്ങൾ കളയാതെ തന്നെ സൂക്ഷിക്കുക. നിങ്ങൾ പിന്നെ ചെയ്യേണ്ടത് അത്തരത്തിൽ അത് ക്രിയേറ്റ് ചെയ്യുക. രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന യൂസർ നെയിം പറയും നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ഐ ഡി തന്നെയായിരിക്കും. പിന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് ഇവിടെ നൽകുക. അതിനുശേഷം ഈ പറയുന്ന ക്യാപ്ച ഇവിടെ നൽകുക. അതിനുശേഷം നിങ്ങൾക്ക് ലോഗിൻ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം ഒരു നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത നിങ്ങളുടെ അതിൻ്റെ ഒരു ഡാഷ് ബോർഡിലേക്കാണ് നിങ്ങൾ പോവുക. അവിടെ നിന്നുമാണ് പിന്നീട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും ഞാനത് ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു പേജ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്തരത്തിൽ ഞാനിപ്പോൾ ഇവിടെ യൂസർ നെയിം ഇവിടെ നൽകിയിട്ടുണ്ട്, പാസ്വേഡും ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇമെയിൽ ഐ ഡിയാണ് നൽകേണ്ടത്. ഞാൻ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ഐ ഡി അവിടെ നൽകി. അതിനുശേഷം പാസ്വേഡ് ഇവിടെ നൽകി. അതിനുശേഷം ഈ പറയുന്ന ക്യാപ്ച അവിടെ ടൈപ്പ് ചെയ്ത് നൽകി. അതിനുശേഷം ലോഗിൻ എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു പേജ് ഇത്തരത്തിൽ ഓപ്പൺ ആയി വരും. നമ്മൾ അതിൻ്റെ ഡാഷ് ബോർഡിലേക്കാണ് പോകുക. അത്തരത്തിൽ ഞാൻ ലോഗിൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ്. അത്തരത്തിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പേജ് ആയിരിക്കും ലഭിക്കുക. ഇവിടെ നമ്മുടെ പ്രൊഫൈൽ കാണാൻ സാധിക്കും. നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊഫൈൽ നമുക്ക് ഇവിടെ കാണാം. നിങ്ങൾക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കാണാം. നിങ്ങളുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാം. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അത്തരത്തിൽ എല്ലാ ഓപ്ഷൻസ് ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ ചെക്ക് എലിജിബിലിറ്റി എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ഓപ്പൺ ആയി വരിക. ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇതുപോലെ നൽകുക. ഞാനിവിടെ നിലവിൽ കേരളത്തിൽ പാലക്കാട് ഒറ്റപ്പാലം അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ആണ് നൽകിയത്. നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇത്തരത്തിൽ നൽകുക. അതിനുശേഷം അത്തരത്തിൽ നോൺ ഡിസ്പെൻസറി കാറ്റഗറി സെലക്ട് ചെയ്യുക. അവിടെ എല്ലാ ഡീറ്റെയിൽസ് നൽകിയതിന് ശേഷം നിങ്ങൾ ചെക്ക് എലിജിബിലിറ്റി എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലവിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പോസ്റ്റുകൾ ഇത്തരത്തിൽ ഓപ്പൺ ആയി വരും. അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഞാൻ നേരത്തെ തന്നെ ഇതിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഏത് പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കേണ്ട ആ ഒരു പോസ്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. അത്തരത്തിൽ അപ്ലൈ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഞാൻ എന്തായാലും ഇപ്പോൾ ക്ലിക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അപേക്ഷിക്കുന്നവർ ഇത്തരത്തിലാണ് വന്നതിന് ശേഷം എലിജിബിലിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പോസ്റ്റ് അനുസരിച്ച് ജനറൽ ഡ്യൂട്ടിയാണ് ഏത് പോസ്റ്റാണ് നിങ്ങൾ ആ നോട്ടിഫിക്കേഷനിൽ നിന്നും ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഇത്. കാരണം ഇവിടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ ഡീറ്റെയിൽസ് നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാവുന്നതാണ്. അത്തരത്തിൽ നിങ്ങൾക്ക് അപ്ലൈ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ആ ആപ്ലിക്കേഷനിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. നിങ്ങളുടെ മാർക്കിൻ്റെ ഡീറ്റെയിൽസ് നൽകേണ്ടി വരും. ഇപ്പോൾ പ്ലസ് ടു ബേസിലാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ പ്ലസ് ടുവിൻ്റെ മാർക്ക് നൽകേണ്ടി വരും. 10ാം ക്ലാസ് ബേസിലാണെങ്കിൽ 10ാം ക്ലാസിൻ്റെ മാർക്ക് അവിടെ നൽകേണ്ടി വരും. 8ാം ക്ലാസ് ബേസിലാണെങ്കിൽ 8ാം ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് അവിടെ നൽകേണ്ടി വരും. അത് ഓരോ ആപ്ലിക്കേഷൻ ഫോം വ്യത്യസ്തമാണ്. എന്നിട്ട് ആ ഒരു അപ്ലിക്കേഷൻ ഫോം ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നില്ല. കാരണം അത് അത്തരത്തിൽ കുറച്ച് സെൻസിറ്റീവ് ആയതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. അതിലെല്ലാം നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നൽകേണ്ടതുണ്ട്. നമ്മുടെ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം, നമ്മുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങളുടെ എലിജിബിലിറ്റി ഇവിടെ നൽകിയതിന് ശേഷം നിങ്ങൾക്ക് ചെക്ക് എലിജിബിലിറ്റി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലവിലുള്ള ഒഴിവുകൾ നമുക്ക് ഇവിടെ കാണാം. ഇത്തരത്തിൽ ഗ്രീൻ കളറിൽ അപ്ലൈ എന്ന ബട്ടനോട് കൂടി കാണാം. അത്തരത്തിൽ അപ്ലൈ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം നൽകിയ ശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക, രജിസ്ട്രേഷൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. അത്തരത്തിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അഡ്മിറ്റ് കാർഡിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അവർ ഇഷ്യൂ ചെയ്യുന്ന ദിവസം നമുക്ക് ഇവിടെ വന്നിട്ട് ഇത്തരത്തിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഈ പറയുന്ന ഡാഷ് ബോർഡിൻ്റെ ഭാഗത്ത് അഡ്മിറ്റ് കാർഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമുക്ക് വരുന്നതായിരിക്കും. ഇത് പഴയൊരു ഇത് കഴിഞ്ഞ വർഷത്തെ ഒരു റിക്രൂട്ട്മെന്റ് റാലിയുടെ ഒരു ഇതാണ് എന്താ പറയുക അതിൻ്റെ ഒരു ഹാൾ ടിക്കറ്റാണത്. അപ്പോൾ അതിൻ്റെ അഡ്മിഷൻ ടിക്കറ്റാണത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് പുതിയൊരു ഇത് വരും. പുതുതായിട്ട് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെ ഒന്നും ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ഇത് കഴിഞ്ഞ വർഷം അപ്ലൈ ചെയ്തുകൊണ്ട് അതിൽ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ ഒരു സെക്ഷനായിട്ട് രണ്ടാമത്തെ സീരിയൽ നമ്പറായിട്ടാണ് എനിക്കിപ്പോൾ ഇനി ഒരു പേജിൽ വരിക. ഇനി അതിൻ്റെ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് വരിക. അല്ലെങ്കിൽ പുതിയ ഒരാളാണെങ്കിൽ ഇത്തരത്തിൽ സീരിയൽ നമ്പർ 1 എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു നിങ്ങളുടെ റോൾ നമ്പർ, നിങ്ങളുടെ കാറ്റഗറിയും, നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് അപേക്ഷിച്ചതിൻ്റെ കാറ്റഗറിയും, ലൊക്കേഷൻ എവിടെയാണ് നടത്തുവാൻ പോകുന്നത് എന്നുള്ള കാര്യവും അവിടെ ഉണ്ടായിരിക്കും. അതിനുശേഷം നിങ്ങളുടെ ഇതുണ്ടായിരിക്കും. അതായത് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അവിടെ ഏറ്റവും ലാസ്റ്റ് പ്രിൻ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു അഡ്മിഷൻ ടിക്കറ്റ് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു അഡ്മിഷൻ ടിക്കറ്റ് നിങ്ങളുടെ കൈവശം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വരുന്ന റാലിയിൽ പങ്കെടുക്കാൻ കഴിയുള്ളൂ. അത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഡോക്യുമെൻറ്റ്സും നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അത്തരത്തിലാണ് നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. എന്തായാലും ഓൺലൈനായിട്ട് തന്നെയാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ എന്തായാലും വളരെ ഈസി ആയിട്ട് തന്നെ അപേക്ഷിക്കുക. നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യണമെന്ന് മാത്രമല്ല, അത് പറഞ്ഞിരിക്കുന്ന സൈസിലായിരിക്കണം എന്ന് മാത്രം. അപ്പോൾ അത്രയുമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പ്രത്യേകം ശ്രദ്ധിക്കുക, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോ മാത്രം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അത്തരത്തിലുള്ള ഫോട്ടോഗ്രാഫ് മാത്രം നിങ്ങൾ അവിടേക്കും കൊണ്ടുപോകുക. 20 കോപ്പികളും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അവിടേക്ക്. അപ്പോൾ അത്തരം കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ വിശദമായിട്ട് പരിശോധിച്ച് നോക്കുക. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യാൻ കിട്ടുന്ന വളരെ നല്ലൊരു അവസരമാണിത്. കാരണം കേരളത്തിലെ 7 ജില്ലകൾക്ക് ഇതിന് മുൻപേ ഒരു അവസരം ഉണ്ടായിരുന്നു. അത് അതായത് തിരുവനന്തപുരം ഭാഗത്തുള്ള ജില്ലകൾക്കായിരുന്നു ആ ഒരു അവസരം. ഇപ്രാവശ്യം അത് കണ്ണൂർ ഭാഗത്തുള്ള ജില്ലകൾക്കാണ്. ഇതിൽ പറയുന്ന 7 ജില്ലകൾക്ക്, അതായത് കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, വയനാട് തുടങ്ങിയുള്ള 7 ജില്ലകളിലുള്ള ആളുകൾക്കും അതോടൊപ്പം തന്നെ ലക്ഷദ്വീപ്, മാഹി തുടങ്ങിയിട്ടുള്ള ആളുകൾക്കും എന്നിവിടങ്ങളിലുള്ള ആളുകൾക്കും ഈ പറയുന്ന റാലിയിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ വെന്യൂ പിന്നീടായിരിക്കും അറിയിക്കുക. അത്തരത്തിൽ ആ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക്
ലോഗിൻ ചെയ്ത് അക്കൗണ്ടെല്ലാം ക്രിയേറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വീണ്ടും ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡാഷ്ബോർഡിൻ്റെ അവിടെ പോയിട്ട് അഡ്മിറ്റ് കാർഡ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എന്തായാലും ആ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഈ പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു വെബ്സൈറ്റ് ജോയിൻ ഇന്ത്യൻ ആർമി എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് അതെല്ലാം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുക. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാലി നോട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അത്തരത്തിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലാണ് നിങ്ങൾ രജിസ്ട്രേഷൻ ആദ്യം ചെയ്യുക, അതിനുശേഷം ലോഗിൻ ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ എന്തായാലും ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ യുവാക്കൾക്കും ഇത് വളരെ മികച്ചൊരു അവസരം തന്നെയാണ്. എന്തായാലും ഈ പറയുന്ന 7 ജില്ലകളിലുള്ള സുഹൃത്തുക്കളും അതോടൊപ്പം തന്നെ ലക്ഷദ്വീപ്, മാഹി തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലുള്ള സുഹൃത്തുക്കൾക്കും ഈ പറയുന്ന ആർമി റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുക്കാൻ കഴിയും. അപ്പോൾ എന്തായാലും ഇതിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൈവശം വെക്കേണ്ടത്, അതെല്ലാം നിങ്ങൾ പ്രത്യേകം എന്തായാലും വാങ്ങി വെക്കേണ്ടതെല്ലാം പ്രത്യേകം തന്നെ വാങ്ങി വയ്ക്കുക. COVID-19 സർട്ടിഫിക്കറ്റ് മാത്രം 48 മണിക്കൂറിനുള്ളിൽ എടുത്താൽ മതി. അതായത് റാലിയുടെ ഡേറ്റിൻ്റെ 48 മണിക്കൂർ, റാലി നടക്കുന്ന ദിവസത്തിൻ്റെ 48 മണിക്കൂറിനുള്ളിലാണ് നിങ്ങൾ അത് എടുത്ത് വെക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ നൽകുന്നുണ്ട്. എന്തായാലും ആർമി റിക്രൂട്ട്മെന്റ് റാലിയിൽ, അതായത് ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. മാത്രമല്ല ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ യുവാക്കൾക്കും ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.